ബന്ധത്തിൽ അമേരിക്ക പേടിച്ച് പിന്മാറി എന്ന് പറയാൻ പറ്റുന്ന പാകത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ്റെ ഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയമായി ഇതിനെ കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അവിടുത്തെ ഒരു ജൂതനെ പിടിച്ച് കൊന്നുകളയുമെന്ന് പറഞ്ഞപ്പം ട്രംപ് പറഞ്ഞു, ഞങ്ങളിൽ ഇന്ന് വരെ കൊല്ലപ്പെടാൻ സാധ്യതയില്ലാത്ത, അങ്ങനെ ചെയ്യാനേ പാടില്ലാത്ത ആളുകളൊക്കെ ഒരുപാടെണ്ണത്തിന് നിങ്ങൾ കൊന്നുകളഞ്ഞിട്ടുണ്ട്. ഇനിയും ഇവനെ കൊന്നുകളയാണെങ്കിൽ അത് വലിയ രീതിക്കുള്ളൊരു പ്രശ്നത്തിലേക്ക് പോകും. അതുകൊണ്ട് ദയവ് ചെയ്ത് കൊന്നുകളയരുത്, വെറുതെ വിടണം. അപ്പോൾ ഈ ഇറാൻ്റെ ഭാഷയിൽ, നമ്മുടെ ഭാഷയിൽ പറയാം, ഇറാൻ്റെ രീതി പറഞ്ഞു, ആയിക്കോട്ടെ കുഴപ്പമില്ല, പക്ഷേ ഞങ്ങൾക്ക് മേക്കിട്ട് കയറാൻ നിങ്ങൾ വരുത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് പറഞ്ഞെന്താ, ഞങ്ങൾ അസറ്റുകളൊക്കെ നിങ്ങളുടെ ചുറ്റുഭാഗത്തുള്ള രാജ്യങ്ങൾ കൊണ്ടിട്ടിട്ടുണ്ട്, അതിനെ ഒരു പരിക്കും പറ്റിക്കാതെ കൊണ്ട് നടക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങളായിട്ടില്ല, നിങ്ങളായിട്ട് തുടങ്ങുകയും ചെയ്യരുത് എന്ന് പറയുന്ന രീതിക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ചാനൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ പറയാത്തത് നമുക്ക് ഈ സബ്സ്ക്രിപ്ഷൻ അല്ല വേണ്ടത്, നമ്മുടെ ഈ ചാനൽ പൂട്ടാതെ മുന്നോട്ട് പോകണം. അതുകൊണ്ടാണ് ആ കാര്യം പറയുന്നത്. അപ്പോൾ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. വലിയ രൂപത്തിൽ വെല്ലുവിളിക്കുന്ന സൈന്യം ഈ രാജ്യത്ത് അഥവാ ഇറാനിലുണ്ട്. അത് ആത്മധൈര്യത്തോടു കൂടെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ എന്താണോ ഒരനക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളിലേക്ക് നമ്മുടെ മിസൈലുകൾ പാഞ്ഞെടുക്കും. പിന്നെ ഇരുന്ന് മോങ്ങിയിട്ട് കാര്യമില്ല എന്ന് നാടൻ ഭാഷയിൽ അബ്ബാസ് അരാജ്കി പറഞ്ഞു കൊടുത്തപ്പം, അഥവാ അവിടുത്തെ പ്രതിരോധ മന്ത്രി പറഞ്ഞു കൊടുത്തപ്പം ട്രംപ് എല്ലാം കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം പറഞ്ഞു, അങ്ങനെയാണ് നമുക്ക് തൽക്കാലം ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു. അതിൽ നിന്ന് അയവ് വരുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ അയവ് വരുത്തുക എന്ന് പറയുന്നത് സത്യത്തിൽ അതൊരു കോമഡിയാണ്. കാരണം അവർക്ക് ഇനിയും സമയം കിട്ടണം, ഇനിയും കോപ്പ് കൂട്ടണം എന്നുള്ളത് തന്നെ ഉണ്ടാവുള്ളൂ. കാരണം ഇനിയും യുദ്ധത്തിലേക്ക് അവർ വരാതിരിക്കില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യേണ്ടത് എന്താ? ഇസ്രായേലിൻ്റെ ടാർഗറ്റ് അവിടുത്തെ ഗ്രേറ്റ് ഇസ്രായേൽ അഥവാ ഇന്നത്തെ ഇസ്രായേലിൻ്റെ 40% ഇരട്ടിപ്പിച്ചിട്ടുള്ള ഒരു സാമ്രാജ്യമാണ്. പഴയ ഒരു 4000-5000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മാപ്പായിട്ടാണ് അവർ കൊണ്ടുനടക്കുന്നത്. അതിനെ വെച്ച് നടത്തിയിട്ടുള്ള എല്ലാ പഠനവും ഈ ഇറാൻ തകർന്നാൽ മാത്രമേ സാധ്യമാകുള്ളൂ എന്ന് തെളിയിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇറാനെ തകർക്കാൻ വേണ്ടി നോക്കുന്നത്. പക്ഷേ ഇറാൻ തകരുന്നില്ല എന്ന് മാത്രമല്ല, ഇറാനോട് അടുക്കാൻ പോലും സാധിക്കുന്നില്ല എന്നതിലേക്കാണ് അമേരിക്കയുടെ നെതന്യാഹുവിൻ്റെയും ഈ അടുത്തുള്ള അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ കാര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രേക്ഷകരായ നിങ്ങൾ പലതും പല ചാനലിലും കണ്ടിട്ടുണ്ടാവും. മിസൈൽ ആക്രമണം നടത്തി ഇസ്രായേലിൽ വലിയ പ്രശ്നങ്ങളാണ്, ഇറാൻ മിസൈൽ തൊടുത്തു വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ അതൊക്കെ പഴയ ചാനലിൻ്റെ പഴയ സംഭവം കാണിച്ചുകൊണ്ട് പുതിയതായിട്ട് അവതരിപ്പിക്കുകയാണ്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ റിയലി അവിടെ ഒരു പ്രശ്നം നിലവിലില്ല എന്നുള്ളത് വ്യക്തമാക്കുകയും ഇപ്പോൾ യുദ്ധത്തിന് തൽക്കാലം ട്രംപ് ബാക്കോട്ട് പോയതുകൊണ്ട് അതിൽ നിന്ന് ഇവരും മാറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത് തന്നെയാണ് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ആർക്കും ആഗ്രഹമുള്ളത് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത്. മൊത്തത്തിൽ ഇപ്പം നിലവിൽ അവിടെ ഈ ട്രംപിൻ്റെ ആ ഒച്ചപ്പാടും ബഹളവും അല്ലാതെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഒച്ചപ്പാടോ ബഹളവും ഇല്ല. കാരണം അവരങ്ങനെ ഉണ്ടാക്കി വെക്കുന്നില്ല എന്നുള്ള വസ്തുത. ട്രംപ് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് കേട്ടു, അത് ഇറാൻ പിന്മാറി. സത്യത്തിൽ ഇറാൻ പറഞ്ഞത് കേട്ടു എന്നുള്ളത് ഇരിക്കട്ടെ, ഇറാനോട് ഒരു നിലക്കും സഹിക്കാനാവില്ല എന്ന് തോന്നിയപ്പം ഭരണകൂടം തന്നെ ഈ ട്രംപിനെതിരെ അനുകൂലമായി പ്രതികൂലമായി വന്നപ്പം അവസാനമുള്ള ആളെങ്കിലും നിങ്ങൾ രക്ഷപ്പെടുത്തി കൊണ്ടുവരണം, ഞങ്ങൾക്കിവിടെ തീരെ സ്വസ്ഥതയില്ല എന്ന് പറയുന്ന രീതിക്കായപ്പോഴാണ് ട്രംപ് അർത്ഥശങ്കക്കിടമില്ലാതെ നിങ്ങൾ കൊല്ലരുത് എന്ന് പറഞ്ഞു. തൂക്കിലേറ്റൽ അവിടെ നിർത്തിവെച്ചു. ട്രംപ് ഇറാന് കീഴ്പ്പെട്ടു എന്നതും ഇറാന് മനസ്സിലായപ്പം സ്വസ്ഥമായി ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഇതാണ് ഇറാൻ ഭരണകൂടം. അല്ലാതെ തലക്കും വിലങ്ങും ഒന്നും ആലോചിക്കാതെ ചെയ്യുന്നതല്ല ഇറാൻ എന്ന് പറയുന്ന രാജ്യമെന്ന് മനസ്സിലാക്കാം. എന്താണെങ്കിലും സ്വസ്ഥമായിട്ടുള്ള ഒരു നിലവാരത്തിലേക്ക് ഇറാൻ മടങ്ങി വരുന്നുണ്ട്. ട്രംപ് ഇറാന് കീഴ്പ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഈ സമയം നമുക്ക് പറയാൻ പറ്റും. കാരണം അവരുടെ എല്ലാ കൊള്ളത്തരങ്ങളും അല്ലെങ്കിൽ പൊള്ളത്തരങ്ങളും ഒക്കെ നശിപ്പിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം IRGCയുടെ ആണത്തമുള്ള സൈനിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വളരെ ഭംഗിയായിട്ട് അവിടെയുള്ള റെയ്ഡ് നടത്തി മൊസാദിൻ്റെ ചാരപ്രവർത്തനത്തിന് കൈക്കൂലി വാങ്ങി പ്രവർത്തിക്കുന്ന ആളുകൾ അഥവാ സ്വന്തം നാട്ടിലുള്ള ആളുകൾ തന്നെ പിടിച്ച് അകത്തിടുകയും ചെയ്തു. അതോടുകൂടെ ഏകദേശ നടപടിയാവുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും കാത്തിരുന്ന് കാണാം. കാരണം ഇതൊന്നും വലിയ സംഭവമായി അല്ലെങ്കിൽ ഒരു വലിയൊരു ഇളവായി കാണേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു സ്വന്തം അഭിപ്രായം. കാരണം ഇതിന് മുമ്പും ഒരുപാട് കാര്യങ്ങൾ ചെയ്തതാണ്. ഉദാഹരണത്തിന് സീസ്ഫയർ കൊണ്ടുവന്ന സമയത്ത് ഇറാനിൽ അത് അങ്ങനെ തന്നെ നിലനിർത്തി. പക്ഷേ ഇസ്രായേലിന് ഗാസയിലേക്ക് സീസ്ഫയർ എപ്പോൾ കൊണ്ടുവരുന്നു അന്നൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അഥവാ സീസ്ഫയർ ലംഘിച്ചുകൊണ്ട് ജോർദാൻ എപ്പോഴും അതങ്ങനെ തന്നെ കണ്ടിന്യൂ. പക്ഷേ ഇറാനിലേക്ക് എന്താ സീസ്ഫയർ ഒരു ലംഘനം നടത്താത്തതെന്ന് വെച്ചാൽ
അവിടെ നിന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ആരാണോ തകർക്കുന്നത്, സീസ്ഫെയർ ആരാണോ അഥവാ വെടിനിർത്തൽ പ്രഖ്യാപനം ആരാണോ ഇല്ലായ്മ ചെയ്യുന്നത്, അവരാണ് ബാക്കിയുള്ള എല്ലാ നഷ്ടങ്ങളുടെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് ഇനിയും മുട്ടാൻ വരികയാണെങ്കിൽ ഞങ്ങൾ നിന്ന് കാണുകയില്ല, ഗാലറിയിൽ ഇരുന്നിട്ട് നിങ്ങളെ കണ്ണായ സ്ഥലങ്ങളൊക്കെ അടിച്ച് തകർത്ത് കളയും. അതുമുതൽ ഈ സീസ്ഫയർ എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ് ചെയ്ത് ഓരോ പ്രശ്നത്തിനും ഇപ്പോഴും ഒരു കാര്യത്തിനും പോകാതെ സ്വസ്ഥമായിട്ട് ഇറാൻ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരുപാട് ആളുകളെ കടത്തിവിട്ടു, അവിടുത്തെ ഭരണം മറിക്കാനൊക്കെ നോക്കി, പക്ഷെ അതും പരാജയപ്പെട്ടു. ഇപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർ ഒരുപാട് ന്യൂസുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും, പല വീഡിയോസുകളും. അതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നതിൽ ഉപരി ഒരു കാര്യം കൂടി പറയട്ടെ. ഇപ്പം നിലവിൽ അവിടുത്തെ ആളുകൾ വളരെ സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെയുള്ള ഈ തീപ്പന്തങ്ങളോ അല്ല തീ കത്തിക്കലോ അല്ലെങ്കിൽ ബിൽഡിംഗ് തകർക്കലോ ഒന്നും ഇറാനിൽ നടക്കുന്നില്ല. എന്തേ അങ്ങനെ പറയാൻ കാരണം, ഇപ്പം ലൈവായിട്ട് ഇറാൻ്റെ ഒരു അവിടെ ഒരു ഇൻ്റർവ്യൂ നടത്തിയിരുന്നു, അത് ലൈവായിട്ട് കാണിക്കുന്നുണ്ട്. ആ ലൈവ് സംഭവത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, ഒന്നും ഇപ്പം നിലവിലില്ല. ചെറിയ ചെറിയ ഏരിയകളിൽ മാത്രം, അതും ഗ്രാമങ്ങളിൽ മാത്രം ചില പ്രൊട്ടസ്റ്റുകാർ ബാക്കിയുള്ളയിടത്ത് മാത്രമാണ് ഇപ്പം പ്രശ്നങ്ങളുള്ളൂ. അവിടെയും ഒരു 24 hours കൊണ്ട് എല്ലാം ശാന്തമാകുന്ന അന്തരീക്ഷത്തിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? അമേരിക്ക പരാജയപ്പെട്ടു, ഇസ്രായേൽ പിന്മാറി, ഇറാൻ ജയിച്ചു, അത്ര തന്നെ. അത് അംഗീകരിക്കാൻ നമ്മളെ ചിലർക്ക് കഴിയില്ല, എന്നാലും അവരങ്ങ് സഹിക്കുക, അതല്ലാതെ വേറെ മാർഗ്ഗമില്ല. പിന്നെ അമേരിക്ക ഇനി യുദ്ധത്തിന് വരുമെന്ന് വെച്ചാൽ യുദ്ധത്തിന് വരും. അമേരിക്കക്ക് അതില്ലാതെ നടക്കൂല എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ പണ്ടേ കേട്ടതാണ് അമേരിക്ക. പക്ഷേ ആ അമേരിക്കക്ക് ഒരു കാലത്തും തീവ്രവാദ രാജ്യമായിട്ട് പറയപ്പെടുന്നില്ല. അത് അവരുടെ പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ട് അതിനെ മാറ്റി നിർത്തുകയാണ്. രാജ്യത്തിൻ്റെ പേരിലാണ് അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വരിക. പക്ഷേ അവരുടെ മതത്തിൻ്റെ പേരിലോ അവരുടെ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്താൻ പൂച്ചക്കാരും മണികെട്ടും എന്ന് പറഞ്ഞതുപോലെയാണ് അവസ്ഥ. ആരുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഈ പഠനങ്ങളൊക്കെ ഒന്ന് നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ലോകത്ത് വെച്ച് ഏറ്റവും നമ്പർ 1 ആയിട്ട് കൊല്ലാക്കൊല ചെയ്തിട്ടുള്ള രാജ്യം, ഏറ്റവും നമ്പർ 1 ലോക തീവ്രവാദികൾ ഏറ്റവും നമ്പർ 1 സ്ഥാനത്ത് വരുന്നത് അമേരിക്ക ആയിരിക്കും. പക്ഷേ അതൊന്നും ആരും ഇവിടെ ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. സത്യസന്ധമായി ചരിത്രം പഠിക്കുന്ന ചരിത്ര വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ കാണുന്നതല്ല ശരിക്കുള്ള ലോകത്തിൻ്റെ ചരിത്രം, മറ്റൊന്നാണ്. കാരണം അമേരിക്ക ഉൾപ്പെടെയുള്ള ഈ നാറ്റോ സഖ്യവും ബന്ധപ്പെട്ട ആളുകളും കൊന്ന അത്ര ലോകത്തൊരു മനുഷ്യനെയും ഒരു നേതാവും ഒരു രാജ്യക്കാരും കൊന്നിട്ടില്ല എന്ന് വ്യക്തമാണ്. എന്തിനു വേണ്ടി ഇതിവിടെ പറയുന്നു എന്ന് വെക്കുമ്പം, ലോകത്ത് സമാധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പം ഏതാനും ചില രാജ്യം മാത്രം സമാധാനം ഉണ്ടാകരുത്, അത് നമ്മുടെ നിലനിൽപ്പിന് അപകടമാണ് എന്ന് മനസ്സിലാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു കാരണം, ഒന്നുകിൽ കഞ്ചാവ് കേസ് അഥവാ നാർക്കോട്ടിക്കിൻ്റെ വിഷയമാണല്ലോ വെനിസ്വേലയിൽ പറഞ്ഞത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രശ്നങ്ങളും പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഇടപെടും, അവിടെ കുട്ടിച്ചോറാക്കും, ആയുധങ്ങളൊക്കെ കച്ചവടാക്കും, അവിടുത്തെ പ്രകൃതി വിഭവങ്ങളൊക്കെ കൊള്ളയടിച്ച് തിരിച്ചു പോരും. എന്നിട്ട് പറയും, ഞങ്ങൾ തന്നതിന് ഞങ്ങളിത് എടുത്തിരിക്കുന്നു, ആയുധം കൊടുത്തതിന് ഞങ്ങൾക്കിത് മതി എന്ന രീതിക്ക് അവർ പിന്മാറുകയും ചെയ്യും. ഈ ഒരു അവസ്ഥയാണ് ഈ സിറിയ, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, താലിബാൻ എല്ലാവിടെയും കണ്ടത്. പിന്നെ അറേബ്യൻ കൺട്രി അവരെ ഓച്ചാനിച്ച് നിൽക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എപ്പോഴാണോ അവർ തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നത്, ട്രംപ് പറയുന്നത് കേൾക്കാത്തൊരു ദിവസം ഉണ്ടായാൽ അന്നും എത്രയോ സ്നേഹിക്കുന്നു എന്നൊക്കെ കരുതുന്ന ഖത്തറിനോടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങൾ വരും. അതിൽ യാതൊരു തർക്കമില്ലാത്ത വിഷയമാണ്. കാരണം അവർക്ക് ബിസിനസ്സാണ് വലുത്. കാത്തിരുന്ന് കാണാം മറ്റൊരു വീഡിയോയിൽ. എല്ലാവർക്കും നന്ദി.